ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. രൂക്ഷമായ ക്ഷാമത്തിൻ്റെ കെടുതിയിൽ പൊറുതിമുട്ടിയ കനാൻ ദേശം. അവിടെ നിന്ന് വൃദ്ധനായ യാക്കോബ് തൻ്റെ മക്കളെ ധാന്യം വാങ്ങുവാൻ ഈജിപ്തിലേക്ക് അയക്കുന്നു. ഈജിപ്തിലെ ഭക്ഷ്യമന്ത്രി സ്വന്തം സഹോദരന്മാർ അസൂയമൊത്ത് അപ്പനറിയാതെ അടിമയായി വിറ്റ ജോസഫ്. എന്നാൽ ജോസഫ് താൻ ആരാണെന്ന് അവർക്ക് വെളിപ്പെടുത്തിയില്ല. അവർ ആവശ്യപ്പെട്ട പ്രകാരം ധാന്യം കൊടുത്തയച്ചു. ഒരു വ്യവസ്ഥയോടു കൂടി അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവരിൽ ഏറ്റവും ഇളയവനായ ബെഞ്ചമിനെ കൂടി കൊണ്ടുവരണം. ബെഞ്ചമിനെയും കൂട്ടി വരുമ്പോൾ ഭക്ഷ്യമന്ത്രിക്ക് നൽകാൻ പല സമ്മാനങ്ങളും പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം അവർ കരുതി. ആ കൂട്ടത്തിൽ കുറെ തേൻ കൂടെ എടുക്കുവാൻ പിതാവ് നിർദ്ദേശിച്ചു. വളരെ അർത്ഥവത്തായ നിർദ്ദേശവും കാഴ്ചയുമായിരുന്നു അത്. മറ്റുള്ളവരുമായി ബന്ധപ്പെടുമ്പോൾ അല്പം തേൻ കൂടി കരുതണമെന്നുള്ളത് ഉചിതമായ ഉപദേശമായിരുന്നു. നമ്മുടെ ബന്ധങ്ങളെ മധുരിപ്പിക്കുവാൻ സാധിക്കണം. നമ്മുടെ സാമൂഹിക ആത്മീക ബന്ധങ്ങളിൽ കയ്പും ചവർപ്പുമാണ്, വിദ്വേഷവും വൈരാഗ്യവും കുറ്റാരോപണങ്ങളുമായി നീങ്ങുന്ന സാഹചര്യം. അവിടെ സ്നേഹത്തിൻ്റെയും യോജിപ്പിൻ്റെയും അല്പം തേൻ പകരാൻ കഴിഞ്ഞെങ്കിൽ പുളിച്ച വിനാഗിരി കൊണ്ട് പിടിക്കാവുന്നതിൽ അധികം ഈച്ചകളെ മധുരിക്കുന്ന ശർക്കരപ്പാവ് കൊണ്ട് സാധിക്കും. മനഃപൂർവ്വം നാം വിദ്വേഷങ്ങൾ പരത്തുന്നില്ലായിരിക്കാം. അറിയാതെ വന്നു പോകുന്ന വാക്കുകളും പ്രവൃത്തിയും അതിനു കാരണമാകാം. നാം പറയുന്നതിന് മുൻപ് നമ്മുടെ വാക്കുകളെ തൂക്കി നോക്കാറില്ല. നമ്മുടെ സഹജഭാവങ്ങൾ നമ്മെ നയിക്കുന്നതിനും ഭരിക്കുന്നതിനും നാം അനുവദിച്ചു പോവുകയാണ്. നമ്മുടെ പ്രവൃത്തി മറ്റുള്ളവരിൽ വരുത്തുന്ന പ്രതികരണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള ഭാവന പലപ്പോഴും നമുക്കില്ലാതെ പോകുന്നു. അതുകൊണ്ട് മധുരമുളവാക്കുന്ന തേൻ കരുതുവാൻ നമുക്ക് കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മെ അധികം സ്നേഹിക്കുകയും ചെയ്യും. റോമർ 12:11. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.